ജില്ലയിലെ മികച്ച സ്കൂളുകളുടെ പട്ടികയിലേക്ക് കുതിക്കുന്ന GVHSS കൽപ്പകഞ്ചേരി. തിരൂർ മണ്ഡലത്തിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏക വിദ്യാലയം. തുടർച്ചയായ രണ്ടാം വർഷവും SSLC പരീക്ഷയിൽ 100% വിജയം. USS NMMS പരീക്ഷകളിലും തിളക്കമാർന്ന വിജയം. ജില്ലാ സബ് ജില്ലാ തലങ്ങളിൽ കലാകായിക മത്സര ഇനങ്ങളിലും നമ്മുടെ സ്കൂൾ മുന്നോട്ട്. ഈ വർഷം നടന്ന ഏതാനും ചില പരിപാടികളിലേക്കൊന്ന് കണ്ണോടിക്കാം. മലപ്പുറം ജില്ലാ പ്രവേശനോത്സവം. അക്ഷരമുറ്റത്തേക്ക് എത്തിയ കുരുന്നുകൾക്ക് അറിവിന്റെ വർണ്ണാഭമായ ലോകത്തേക്ക് സ്വാഗതം. ലഹരിക്കെതിരെ ജാഗ്രത. ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം മുൻ DGP ശ്രീ ഋഷാസ്. സയൻസ് ക്ലബ്ബ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, SS ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബ്, ഹിന്ദി ക്ലബ്ബ് തുടങ്ങി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം പ്രശസ്ത ചെറുകഥാകൃത്ത് രമേശ് ആദവനാട്. ഗണിത ക്രിയകളോടുള്ള കുട്ടികളുടെ സമീപനം തന്നെ മാറ്റി എഴുതിയ മാത്സ് ഗുരു സലീം ഫൈസൽ കുട്ടികളുമായി നടത്തിയ രസകരമായ സംവാദം. ബഷീർ ദിനത്തിൽ ഫൈസൽ കന്മനവും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച ശ്രീ MN കാരശ്ശേരി മാഷിന്റെ ബഷീർ മാല, ബഷീർ കഥാപാത്രങ്ങളുടെ ചിത്ര പ്രദർശനം, ബഷീർ കൃതികളും കഥാപാത്രങ്ങളും എന്ന വിഷയത്തിൽ നടന്ന പുസ്തക ചർച്ച. ഹിന്ദി ഉറുദു ക്ലബ്ബുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പ്രേംചന്ദ് റഫി ദിനാചരണത്തിൽ കോട്ടക്കൽ അബൂബക്കർ നേതൃത്വം നൽകിയ സംഗീത വിരുന്ന്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററും GVHSSും സംയുക്തമായി സംഘടിപ്പിച്ച ബഹിരാകാശ പഠന ക്ലാസ്. കൂടുതൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളയുടെ ദൃശ്യങ്ങളിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, സ്ഥാനാർത്ഥികൾ, ചിഹ്നങ്ങൾ, വോട്ടിംഗ് മെഷീനുകൾ, റിസൾട്ട് പ്രഖ്യാപനം വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന രീതിയിൽ നടന്ന ലീഡർ, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനങ്ങളിലേക്കുള്ള വാശിയേറിയ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക്. ഓസോൺ ഭൂമിയുടെ കുടയാണ്, അത് സംരക്ഷിക്കുക തന്നെ വേണം. ഓസോൺ ദിനത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച വിഷ്വൽ ഡിസ്പ്ലേ. ഹൈസ്കൂളിലെ ഹരിത ക്ലബ്ബ്, VHSC ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് എന്നിവരുടെ പച്ചക്കറി കൃഷി, ചെണ്ടുമല്ലി കൃഷി, വൃക്ഷങ്ങൾ, അലങ്കാര ചെടികൾ. സ്കൂളിലെ മുൻ PTA പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായിരുന്ന ഫൈസൽ പരവന്നൂരിന്റെ ഓർമ്മയ്ക്കായി സൗഹൃദ വസന്തം സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല. സയൻസ് വിഷയങ്ങളിൽ തൽപരരായ കുട്ടികൾക്കായി നടന്ന ടെക് മലപ്പുറത്തിന്റെ പഠനോപകരണ നിർമ്മാണ ശില്പശാല. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ വനിതാ വിശ്രമ കേന്ദ്രം, അത്യാധുനിക സൗകര്യങ്ങളുള്ള പെൺകുട്ടികളുടെ ടോയ്ലറ്റുകൾ, സമഗ്ര ശിക്ഷ കേരളയുടെ കാലാവസ്ഥാ പ്രവചനത്തിന് സാധ്യമായ വെതർ സ്റ്റേഷൻ. GVHSSന്റെ പെരുമ സംസ്ഥാന തലത്തിലേക്ക് എത്തിച്ച 3 മിടുക്കരെ പരിചയപ്പെടാം. ഫുട്ബോളിൽ ജില്ലയ്ക്ക് വേണ്ടി സംസ്ഥാന തലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ മുഹമ്മദ് ഫാദിൽ തങ്ങൾ. ഹൈസ്കൂൾ വിഭാഗം സാമൂഹ്യശാസ്ത്രമേളയിൽ പ്രസംഗത്തിലും പ്രശ്നോത്തരിയിലും സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടിയ പ്രതിഭ പ്രബിൻ പ്രകാശ്. 600 മീറ്റർ ഓട്ടമത്സരത്തിൽ സംസ്ഥാന തലത്തിൽ സാന്നിധ്യം അറിയിച്ച സ്കൂളിന്റെ അഭിമാനമായ ഫാദീൻ ഹസാൻ. കുറ്റിപ്പുറം സബ് ജില്ലാ കലോത്സവത്തിൽ UPHS ഓവറോൾ ഫസ്റ്റ്, HS അറബിക് ഓവറോൾ സെക്കൻഡ്, UP അറബിക് ഓവറോൾ സെക്കൻഡ്, UPHS ജനറൽ ആൻഡ് അറബിക് ഓവറോൾ തേർഡ്. ജില്ലാ സാമൂഹ്യശാസ്ത്രമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ.
കുറ്റിപ്പുറം ഉപജില്ലാ IT മേളയിൽ ചാമ്പ്യൻഷിപ്പ് നേടി മികവ് തെളിയിച്ച് കൽപ്പകഞ്ചേരി GVHSS അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു. എറണാകുളത്ത് നടന്ന സംസ്ഥാന ഖസാക്ക് റേസ് ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണം, 2 വെള്ളി, 2 വെങ്കലം, അങ്ങനെ ആകെ 7 മെഡലുമായി ചരിത്രം കുറിച്ച GVHSS. റവന്യൂ ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടി കൽപ്പകഞ്ചേരിയുടെ സീനിയർ ഗേൾസ് യോഗ ടീം. സ്വർണ്ണ മെഡൽ നേടി സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയ അവന്തിക CJ. സബ് ജില്ലാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പ് കിരീടം നേടിയ ജൂനിയർ ഗേൾസ് ടീം. 3ാം സ്ഥാനം നേടിയ ജൂനിയർ ബോയ്സ് ടീം. വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ 3ാം സ്ഥാനം. റവന്യൂ ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണം, 4 വെള്ളി, 13 വെങ്കലം എന്നിങ്ങനെ 19 മെഡലുകൾ നേടിയ മികച്ച പ്രകടനം. കുറ്റിപ്പുറം സബ് ജില്ലാ ചെസ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ ദർവേഷ്. ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി നജ അനസ്. സീനിയർ ഗേൾസ് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി ആഷിഖ നൂറിയ. സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി ഫാത്തിമ ലന. കുറ്റിപ്പുറം സബ് ജില്ലാ തൈക്കൊണ്ട ചാമ്പ്യൻഷിപ്പിൽ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഫാത്തിമ സജയ്ക്കും 43 കിലോഗ്രാം വിഭാഗത്തിൽ ആര്യ ഗംഗാധരനും സ്വർണ്ണ മെഡലുകൾ. 2 പേർക്കും റവന്യൂ ജില്ലാ തൈക്കൊണ്ട ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത. കണ്ണൂരിലെ ഗ്ലോബൽ FC ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ നേടിയ അമൽ. MSP ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ ലഭിച്ച മുഹമ്മദ് ഷിബിൻ. കണ്ണൂരിലെ ഗ്ലോബൽ അക്കാദമിയുടെ സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലേക്ക് യോഗ്യത നേടിയ മുഹമ്മദ് ഋഷ്യൻ. ഇടുക്കി ജില്ലയുടെ സബ് ജൂനിയർ ബോയ്സ് ഫുട്ബോൾ ടീമിലേക്ക് ഇടം നേടിയ ഫഹ്മി അഹമ്മദ്. അങ്ങനെ പോകുന്നു GVHSSന്റെ നേട്ടങ്ങളുടെ പട്ടിക. SSLCയിൽ 100% വിജയം നേടി ഹാട്രിക് കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി ആരംഭിച്ചു കഴിഞ്ഞു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൂൾ ബാൻഡ് എന്നിങ്ങനെ കുട്ടികളിൽ സാമൂഹിക ബോധം വളർത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ. PTA, SMC, MTA, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ എന്നിവയുടെ പിന്തുണയോടെ മുന്നേറുന്ന നമ്മുടെ GVHSS സമസ്ത മേഖലകളിലും മുന്നേറിക്കൊണ്ട് മലപ്പുറം ജില്ലയിലെ മികച്ച സ്കൂളുകളുടെ പട്ടികയിലേക്ക് എത്തിച്ചേരുന്ന കാലം വിദൂരമല്ല.